പക്ഷെ ചില ബിരുദന്മാര് ചെയ്യണ എന്താ, 4 വരെ പെണ്ണ് കെട്ടാമെന്ന് പറഞ്ഞാൽ ഒന്ന് മഹല്ലും നാടും അറിഞ്ഞു കെട്ടും, ഒന്ന് ആരും അറിയാതെ എവിടെങ്കിലും പോയി കെട്ടും. നാടും വീടും അറിയാതെ എവിടെങ്കിലും പോയി ഒരു പെണ്ണും കെട്ടി ഒരു വാടക വീട് കൊടുത്തിട്ട് പറയും ഞാൻ പിരിവിന് വരുന്നവരെ വരാന്ന്, ആഴ്ചയിൽ ഒരു ദിവസം. ആരും അറിയാതെ ഒളിച്ചും പാത്ത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വരാന്ന്. അങ്ങനെ പെണ്ണ് കെട്ടാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അറിയാം നിനക്ക് ഈ പെണ്ണിനെ എങ്ങനെയാണോ നോക്കണം അതേപോലെ തന്നെ നീ അഭിമാനത്തോടെ നാട്ടുകാരുടെ മുമ്പിൽ പറയണം ഇവളെൻ്റെ ഭാര്യയെ ഞാൻ കെട്ടിയതാന്ന്. അന്തസ്സോടെ പറയാൻ പറ്റണം. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടതൊക്കെ നീ കൊടു, അവൾക്ക് എന്താണോ ആവശ്യം നീ കൊടു. ഇവിടെ ചിലരെങ്ങനല്ല, കൊടുക്കത്തില്ല, ചെലവിന് പോലും കൊടുക്കില്ല. ചെലവിന് പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. മഹദി മഹാനായ നബിഗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിൽ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ആ മഹദി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, പക്ഷെ എനിക്ക് ചെലവിനൊന്നും തരൂല. എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരൂല നബിയെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ എടുക്കും. പാവമാണോ നബിയെ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭാര്യ ചോദിക്കാതെ പൈസ എടുക്കും. ഇത് തെറ്റാണോ? തെറ്റാണോ? എടുക്കാൻ പാടുണ്ടോ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റോ? ആ കസേര എടുത്തിട്ട് കൊണ്ട് മുന്നോട്ട് കയറി വന്നേ. നിങ്ങളുടെ മുഖം ഒന്നും കാണുന്നില്ല. വാ, ഈ ലൈറ്റ് ഇരിക്കുന്നതാണ്. വാ, ഇങ്ങ് വാ, തീർന്ന് ഞാൻ നിർത്തി. വാ, കസേര എടുത്തോണ്ട് വാ കാക്ക. കൊറോണ ഒന്നും ഇല്ല. വാ, സാമൂഹ്യ മക്കളെ പതുക്കെ പൊടി ഇളക്കല്ലേ, ഇങ്ങി വാ, അടുത്തോട്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ആ ഒരുപാട് മോനെ ഇങ്ങോട്ട് കയറില്ല. അവിടെ എല്ലാവരും ഇങ്ങ് അടുത്തിരുന്നു ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്താം. പെട്ടെന്ന് കയറി. ആ മുത്തലീങ്ങളൊക്കെ വാ മക്കളെ, മൈക്ക് സെറ്റുകാരനൊക്കെ കളഞ്ഞിട്ട് നീ ഇങ്ങ് വാടാ. വാ, കയറിക്കോ, കഴിഞ്ഞു, ഞാൻ നിർത്താ. എന്നിട്ട് കയറിക്കോ. നിങ്ങൾ എന്താ പേടിച്ചിരിക്കണേ? ഞാൻ പറഞ്ഞില്ല ഞാൻ 10:30 ആകുമ്പോൾ നിർത്തുന്നു. വാ ഇൻഷാ അല്ലാഹ്. ഒന്നും ചരിച്ചോ. പ്രസിഡന്റ് വെച്ചോ, നിങ്ങൾ വെച്ചോ. എനിക്ക് വേണ്ട. അല്ല നിങ്ങൾ വെച്ചോപ്പാ. ഓ, കൊടുങ്കാറ്റടിക്കണമല്ലോ ഉടച്ചവന് ചെവിക്കകത്ത്. നിങ്ങൾ വെച്ചോപ്പോ. ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ചോ. പിന്നെ മതി. ഇങ്ങോട്ട് വാ കാക്കാമാരെ, പോണ്ടത് പോ, അല്ലാത്തൊക്കെ കയറി വാ. ഇങ്ങോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എഴുന്നേറ്റോ. മസിലും പിടിച്ചിരിക്കണ്ട. അള്ളാഹു തരുന്ന അവസരം ഉപയോഗപ്പെടുത്തി ഇരിക്കും. ഞാൻ പുറകിരിക്കണേ അങ്ങയോട് പറഞ്ഞു. നിങ്ങളാരിയല്ല ഇരുമനെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പെണ്ണുങ്ങൾ പൈസ എടുക്കാറില്ലേ? പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? മസല ഞാൻ പറഞ്ഞുതരാം. താത്താമാരൊക്കെ കേട്ടോ. ഹിന്ദ് റളിയല്ലാഹു തആല നബിതങ്ങളോട് ചോദിച്ചു, എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരാറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കും നബിയെ, തെറ്റാണോ നബിയെ? നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാം നബിയിനാ റസൂലുള്ളാഹി. നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാം. ഇതേത് ഭാര്യയോടാ? ചെലവിന് കൊടുക്കാത്ത ആളോടാ. ഭർത്താവ് നിനക്ക് അർഹതപ്പെട്ടതുപോലും തരുന്നില്ല, നിനക്കൊന്നും തരുന്നില്ല, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോലും നിന്റെ ഭർത്താവ് വാങ്ങിത്തരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ എടുക്കാൻ പറഞ്ഞ്. അപ്പോഴും ആവശ്യമുള്ളതേ എടുക്കാവൂ. എത്തീങ്ങാനയിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടങ്കലോട് അടിച്ചുകൊണ്ട് പോയേക്കരുത്. അങ്ങനെ കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ആവശ്യത്തിന് വല്ലപ്പോഴൊക്കെ പോക്കറ്റിൽ പൈസ വെക്കുക, പേടിക്കൊന്നും വേണ്ട. എടാ, നമുക്ക് ബാധ്യതയുണ്ടോ ഭാര്യയോട്? നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ? ഓൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നമ്മൾ കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. ഓൾക്ക് നിനക്ക് ചോറ് വെച്ച് തരണം, നിന്റെ വീട് നോക്കണം, നിന്റെ മക്കളെ നോക്കണം, നിന്റെ തുണി കഴുകണം, നിന്റെ മാതാപിതാക്കളെ നോക്കണം. നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ഉള്ളത് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലടോ. എടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വസ്ത്രം കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? എൻ്റെ മാതാപിതാക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? അതിന് വേണമെങ്കിൽ സിറാജ നീ വേറെ ആളെ നിർത്തിക്കൊള്ളണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് വേണമെങ്കിൽ നീ ആളെ നിർത്തി. ഇതാണ് നിയമം.
പിന്നെ ഓളിത് ചെയ്തു തരുന്നതിന് അങ്ങോട്ട് അല്ല എൻ്റെ വഴുത് കേൾക്കാൻ നായും വരുന്ന അവിടെ ഓർഡർ എങ്ങനെ നമ്മൾ പൈസ കൊടുത്ത ആളെ നിർത്തണോടോ. ഓള് പിന്നെ വല്ലതും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് വലിയ സഹായം, ഓളുടെ ഔദാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടില്ല, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കെട്ടിയോള് പറയണം. നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അവിടെയാ നമ്മൾ രാജാവ്. നാട്ടുകാർ മുഴുവനും മഹാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ കിടക്കുന്നവട് പറയണം നീ നല്ലവനാണെന്ന്. അവനാണ് ഏറ്റവും നല്ലവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെയൊക്കെ തല ഇപ്പം സ്റ്റേജിൻ്റെ മുകളിൽ തട്ടുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ തല പൊങ്ങി 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 ഇപ്പം മുകളിൽ സീറ്റിൽ ഇടിക്കാറായി. ഇത്രയും ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിലോ അടുത്തത് ഇപ്പം നമ്മുടെ കാര്യമല്ലേ പറഞ്ഞേ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? സുഖമാണോ? സുഖമാണോ? ആന്ന് വായ തുറന്ന് കാണിക്കുക. ആന്ന് പല്ലുവേനയാന്ന്. ഇവിടെ സുഖമാണോ എന്ന് വെച്ചാൽ എന്താ ചങ്ങാതി മറുപടി പറയണ്ടേ? ഒരിക്കൽ നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ സഹാബിയുടെ മറുപടി അൽഹംദുലില്ലാ ഖൈർ. അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒറ്റ ദുആ. നോക്കുമ്പോൾ രണ്ടാമതൊരെണ്ണം പുറകെ വരുന്നുണ്ട്. ആ ചങ്ങാതിയോട് നബിതങ്ങൾ ചോദിച്ചു, അബീബേ സുഖമാണോ? ആ സുഖമാണോ? സുഖമാണ് നബിയെ, റാഹത്താണ് നബി. നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, ഓന് ദുആ ഉണ്ട്, എനിക്കെന്താ ഇല്ലാത്തത്? അയാളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചേ. ഓന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കില്ലേ നബിയെ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എനിക്ക് തോന്നിയതല്ലല്ലോ. സുഖല്ലേ? ഉറക്കെ പറ, സുഖല്ലേ? അപ്പൊ അൽഹംദുലില്ലാ പറയുക. സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ പറയുക. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒരാൾ ചോദിക്കുന്നു, കടയിൽ കച്ചവടം ഉണ്ടോ? നീ എന്തു പറയും? പിന്നെ എന്തിനാളിയ ഗൾഫിലൊക്കെ പോണേ? അറബിയുടെ അടിമയെ പോലെ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? ഇവിടെ ദിവസവും 2000-3000 3000 മാസം നല്ല നല്ല വരുമാനമുണ്ട്. എന്തിനാ ഞാൻ പോണത്? പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നീ നിന്റെ നാവ് സൂക്ഷിക്കണം. നിന്റെ അടുത്ത് നാട്ടുകാർ ചോദിച്ചത് നിനക്ക് ലാഭമുണ്ടോന്ന്, നീ ഇങ്ങനെ പത്രത്തിൽ കൊടുത്ത പോലെ പറഞ്ഞുകൊണ്ട് കിടക്കണം. പിന്നെ മുട്ട കുഴിച്ചിട്ടു തകട് കുഴിച്ചിട്ടു എന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷായും ആമിനായും കുറെ കാലത്തിന് ശേഷം ഇന്ന് കണ്ടുമുട്ടിയേ. ആമിന വഴുത് കഴിഞ്ഞു പോകുമ്പോൾ ആയിഷാനോട് ചോദിക്കുക, ആയിഷ എങ്ങനെ ഉണ്ടടി? ഓ ഒന്നും ഇല്ലടി, ആകെ കൊത്തുവാള എടുത്തിരിക്കുക. പടച്ചവനെ ബുദ്ധിമുട്ടും പ്രയാസവും തട്ടി മുട്ടി ഇങ്ങനെ പോകുന്നടി. അപ്പൊ ആമിന മനസ്സിൽ വിചാരിക്കും, ഇവൾ എത്തിങ്ങാനയിലായല്ലോ, അല്ലാ ഒരു സന്തോഷം. എന്തിനാ ഈ പണിക്ക് നിൽക്കണേ? നീ സുഖമാണെന്നും പറയണ്ട, അല്ലാന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് രക്ഷപ്പെടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? റാഹത്തല്ലേ? ആരോഗ്യമൊക്കെ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? മക്കളൊക്കെ എങ്ങനെ പോന്ന്? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? എല്ലാത്തിൻ്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോ? ഇനി ഇല്ലാന്ന് പറയാതിരുന്നാൽ മതി ചോദിക്കുമ്പോ കേട്ടാ. എല്ലാവരും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇനി ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയരുത്, കള്ളം പറയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണ്. ഇനി പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? ഇനി പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞപ്പോൾ സ്വർണ്ണമൊക്കെ തരാമെന്ന് നിയത്ത് ചെയ്തതാ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ളത് തരാതിരിക്കുക കേട്ടാ. ഇനി താത്താമാര് വിചാരിക്കണം, 2 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്.
ആ യുദ്ധത്തിന്റെ പ്രത്യേകത നബിതങ്ങളുടെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ട്. ആ യുദ്ധത്തിൽ ആയിഷ ബീബി നബിതങ്ങളുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പടച്ചവനെ, ദീർഘമായ യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു സ്ഥലത്തങ്ങ് നിൽക്കുകയാണ്. ആയിഷ, നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി പോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോവുകയാണ്. ആയിഷ മടങ്ങി വരികയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബിതങ്ങൾ കണ്ടു, സ്വഹാബത്ത് കണ്ടു. ആയിഷ ബീബി കയറിക്കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോകാൻ. അങ്ങനെ ആണുങ്ങളൊക്കെ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ഉമ്മ, ആയിഷ ബീബിയുടെ മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ഉടനെ തല പുറത്തേക്കിട്ട് നോക്കുന്നു, ആരെങ്കിലും ഉണ്ടോ? നബിതങ്ങളുണ്ടോ? സഹാബത്തുണ്ടോ? ഒരാളെയും കാണുന്നില്ലടോ. ആയിഷ ബീബി ചിന്തിച്ചു, അല്ലാ, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാൻ പടച്ചവന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയും തെരഞ്ഞു ഓടുകയാണ്. ആയിഷ പോകുന്നത് ആരും കണ്ടില്ലടോ. ഒരാളും അറിഞ്ഞില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാല തെരഞ്ഞു പോയി. സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. ആയിഷ കേറുന്നത് കണ്ടതുമാണ്, അതുകൊണ്ട് ഉണ്ടോ എന്നാരും നോക്കിയില്ല. യാത്ര തുടരുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി മടങ്ങി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയുകയില്ല. വഴിയോരത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, അന്നത്തെ കാലമാണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് വരികയാണ്. എന്തേ ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്നറിയുമോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാറ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ അത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് സഫ്വാൻ തങ്ങൾ. നോക്കുമ്പോ ഒരു പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുകയാ. സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മഹദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാലില്ലാ. ആയിഷയുടെ ശബ്ദം സഫ്വാൻ അറിയാം, അത് ആയിഷയാണെന്ന് മനസ്സിലായി. സഫ്വാൻ തങ്ങൾ കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി, ഉമ്മാ കേറുമ്മ, ഈ കുതിരയുടെ മുകളിൽ കേറുമ്മ, ഈ സഫ്വാൻ നടക്കാമുമ്മ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ കയറി സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും അറിഞ്ഞില്ലടോ. വെളുപ്പാങ്കാരമാകുമ്പോ ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത് വലിയ വിഷയമായടോ. നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ലടോ. എല്ലാവരും പരിഭ്രാന്തരായി. നബിതങ്ങളും സ്വഹാബത്തും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും സഞ്ചരിച്ച് വരികയാണ്. ആയിഷ ബീവി അതാ വാഹനത്തിന്റെ മുകളിലാണ്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നടക്കുകയാണ്. നബിതങ്ങളെ കണ്ടടോ, സമാധാനമായടോ. ആയിഷ ബീവി നബിതങ്ങളോട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സഫ്വാൻ പോലും അറിയുന്നത്, ഇത്രയും ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചു വന്നപ്പോ എന്തു പറ്റി
ഉമ്മാ എന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ലടോ. സഫ്വാൻ തങ്ങളുടെ വിഷയം അറിയുന്നത് നബി തങ്ങൾ പറയുമ്പോഴാണ്. റബ്ബേ സമാധാനമായി യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനാ കൂട്ടത്തിലുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവൻ പറഞ്ഞ് രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, ഒരു രാത്രി ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീവിയെ കുറിച്ച് ആരോപണം നടത്തുകയാണ്, വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. പടച്ചവനെ കേട്ടവർ വിശ്വസിക്കുകയാ. വിശ്വസിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചടോ. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനെ സഹികെട്ടടോ. തന്റെ ഭാര്യയെ കുറിച്ച് അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ജനങ്ങൾ അപവാദം പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ കയറി. യാ അയ്യുഹന്നാസ്, അല്ലയോ സ്വഹാബാ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. നിങ്ങളൊക്കെ എൻ്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. എനിക്കറിയാം എൻ്റെ ആയിഷയെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഏത് കഥ വേണമെങ്കിലും നിങ്ങൾ ഇറക്കിക്കോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എനിക്ക് എൻ്റെ ആയിഷയെ നല്ലതുപോലെ അറിയാം. മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. അവളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. ഒരു വൃത്തികെട്ട പ്രവർത്തനം എൻ്റെ ആയിഷയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ഭാര്യ നല്ലവളാ, എൻ്റെ ഭാര്യ നല്ലവളാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു നാട് മുഴുവനും ആയിഷ ബീവിയെ കുറിച്ചിട്ട് അപവാദം പറയും. കാരണം തെളിവുകൾ മുഴുവൻ ആയിഷയ്ക്കെതിരായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ആയിഷ നല്ലവളാ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കെൻ്റെ ഭാര്യ വിശ്വാസമാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. എൻ്റെ വയത് കേൾക്കണ താത്താമാരെ, നിന്റെ ഇക്ക ഇങ്ങനെ പറയൂ? നീ ചിന്തിക്കേണ്ടത്, നിന്റെ ഭർത്താവ് പറയുവോ നീ നല്ലവളാണെന്ന്? എൻ്റെ ഭാര്യ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയുമോ ഇല്ലയോ എന്ന് നീ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ടോ. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. ഒരുത്തം പറയും, അങ്ങോട്ട് പോയി ചാറ്റി, മൊബൈൽ എടുത്തു, മെസ്സേജ് എഴുതി, അത് ഇത് പലതും പറയും. നിന്റെ ഭാര്യ അവിടെ വെച്ച് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിളിച്ചിട്ട് പറയും, ഞാൻ വരുന്നതിന് മുമ്പ് നീ വെക്കോളാം വാരി കിട്ടി. എടാ, 20 കൊല്ലം 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല. ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഭർത്താവ് അപ്പോഴേ തീരുമാനമെടുത്തു. ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട ഭാര്യയും തീരുമാനമെടുത്തു. ആര് ചോദിക്കേ? ഞാൻ ചോദിക്കട്ടെ ചങ്ങാതിമാരെ, മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇവിടെ സ്വന്തമായിട്ട് മൊബൈലുള്ളവര്, ബെൻസുള്ളവരല്ല, മൊബൈലുള്ളവർ കൈപൊക്കിക്കേ. എല്ലാവരുടെ കയ്യിലും എന്താ? നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലട കൈമാരെ മൊബൈലില്ലേ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഈ കരുനാഗപ്പള്ളിയിലും ഈ ശാസ്താംകോട്ടയിലൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്ന ബാങ്കിന്റെ ലോക്കർ ഉണ്ടല്ലോ, കോടിക്കണക്കിന് രൂപയുണ്ട് അതിനകത്തൊക്കെ. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ ഫോണിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കോടികളിരിക്കുന്ന ലോക്കറിനില്ലാത്ത ലോക്കാ വാപ്പ നിന്റെ ഫോണില്.
എടാ ചങ്ങായി, ഈ ലോക്ക് അഴിച്ചിട്ടെ ഒരു ദിവസം ഈ ഫോൺ കൊണ്ട് ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യമുണ്ടോ? നീയാ ഒരു മെസ്സേജ് കണ്ടപ്പോ ഓളെ നന്നാക്കാൻ നടക്കണേ. പെണ്ണെ, നീ ഇങ്ങനെ ഇത് വെച്ചോണ്ട് കിടക്ക. എടാ ഭർത്താവിന് ഭാര്യയുടെ ഫോണെങ്ങാനും ഭർത്താവ് എടുത്ത് നോക്കിയാൽ പറയും ഇയാൾക്ക് സംശയം. ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല, ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കാൻ പാടില്ല. ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് കിടക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ലോക്ക. ഞാൻ ഒരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള വാപ്പ, അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുത്ത ലോക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോക്ക. ഒരാൾക്കാർ എന്തൊക്കെ ലോക്കുകളാടോ, എന്തിന് മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. എന്താ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ പേടിയെന്താ? സഹോദരി, നിന്റെ ഫോൺ എന്തേ നിന്റെ ഭർത്താവിന് കൊടുക്കത്ര പേടി എന്തേ? പേടിക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാത്തെ. കുറെ കാലം നമ്മൾ പറഞ്ഞു ഉസ്താദ് കുട്ടികൾ എടുക്കാതിരിക്കാനാണ്. അമ്മമാരെടുത്ത് ഗെയിം കളിക്കുമെന്ന്. പിന്നെ നിന്റെ പട്ടി എറിയുന്ന ഫോൺ അമ്മമാർക്ക് എന്തിനാ? അവര് തലകണയുടെ അത്രയുള്ള ടാപും കൊണ്ടല്ലേ നടക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും വാപ്പാടെ ഉമ്മാടെ ഫോണൊന്നും വേണ്ട, അമ്മമാരെ കയ്യിൽ നല്ല ഫോണല്ലേ. അപ്പൊ മറച്ചു വെക്കാൻ നമുക്ക് പലതും ഉണ്ടോ. ചില ഭർത്താക്കന്മാര് ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെയും കൂടെ കൊണ്ടുപോകാം. കാരണം കണ്ടു കഴിഞ്ഞാലോ സ്നേഹമില്ലടോ, വിശ്വാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമൊന്നുമില്ല. 10, 15, 20 കൊല്ലം കൂടെ കിടന്നാലും ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം തീരുക. എന്തെല്ലാം കേസാ. ഭർത്താവ് പീഡിപ്പിച്ചു, ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പായും പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെല്ലാം നിനക്ക്. പെണ്ണുങ്ങളൊന്ന് പിണങ്ങി കഴിഞ്ഞാൽ പറയും ഭർത്താവും ഭർത്താവിന്റെ തള്ളയും കൂടെ എന്നെ സ്ത്രീധനത്തിന് പീഡിപ്പിച്ചു. എന്തെല്ലാം കേസുകൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്നേഹമൊന്നുമില്ല ഒന്നിനും. അഭിനയവാ ജീവിതം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിനയിച്ച് കളയുകയാ. സ്നേഹിക്ക് ചങ്ങാതി പരസ്പരം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്തൊരു സുഖമെന്നറിയോ? എന്താ സന്തോഷമെന്നറിയോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. അല്ലാഹു നമുക്ക് അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെയൊക്കെ അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ പൊക്കിക്കോ. പെണ്ണമ്പിള്ളമാര് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പൊന്നാര ഖജാൻജി ഇന്ന് വീട്ടിൽ പോണ്ട. ഇവരെ പലരും കൈ പൊക്കണില്ല. കൈ പൊക്കണോ വേണ്ടി കൊടി പൊക്കണോ ആലോചിക്കുക. എങ്ങനെ എന്താ കൈ പൊക്കാത്തതിന്റെ കാരണം എന്താ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ല, ഇവള് സ്വർഗത്തിലുണ്ടോ എന്നാ പലരും ചിന്തിക്കണേ. ഏതാത്താ നിനക്ക് ആഗ്രഹം ഉണ്ടായി ചങ്ങാതി നിന്റെ കൂടെ കൊണ്ടുപോകാൻ? എന്റെ റബ്ബേ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം അത്രയ്ക്കും നല്ല മനുഷ്യന്മാരെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ. നമ്മളിങ്ങനെ അഭിനയം അടിയും ജീവിതം എന്ന് പറഞ്ഞാൽ അടിയും വഴക്കൊക്കെ ഉണ്ടാവും. ഇവർക്കൊന്നും അറിയും. നിങ്ങൾ ഈ സീരിയല് കാണാൻ നിർത്തിയാൽ മതി, രക്ഷപ്പെടും. ഈ സീരിയലും സിനിമയൊക്കെ കാണുന്ന നോവലൊന്നും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്തടോ? ഇവിടെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും കിടക്കും. ചിലപ്പോൾ വഴക്കുണ്ടാകും. ഞാൻ എപ്പോഴും പെണ്ണുങ്ങളോട് പറയാറുണ്ട്, ഈ ഒലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഭർത്താവിനെ വിശ്വസിക്കരുത് കേട്ടാ. മോളെ, മുത്തേ, വാവേ, ഒരിക്കലും ഓനെ വിശ്വസിക്കരുത്. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകും. ഈ ഭർത്താക്കന്മാരിങ്ങനെ എപ്പോ നോക്കിയാലും ചക്കരെ, വാവേ, മുത്ത. എനിക്ക് എൻ്റെ ഭാര്യ അടുത്ത് ഞാൻ പറയും, ഇക്ക എന്താ ഇങ്ങനെയൊന്നും വിളിക്കാത്തതെന്ന് ഒളി എൻ്റെ അടുത്ത് ചോദിക്കും. ഇക്കൊക്കെ എന്താ എപ്പോ നോക്കിയാലും ഇങ്ങനെ ദേഷ്യം. ഞാൻ പറയും, അഭിനയിക്കണോ അതോ യഥാർത്ഥമായി ജീവിക്കണം? അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കാം. നിങ്ങളൊക്കെ വിളിക്കണവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം സഹോദരിമാരെ. നബിതങ്ങളുടെ ജീവിതത്തിൽ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം നയിച്ചാളെ നബിതങ്ങളുടെ ഭാര്യയാണ് കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ വീട്ടില്? കളന്തരിക്കണേ. അള്ളാന്റെ റസൂലാണ് ഏറ്റവും നല്ല വ്യക്തി. ആ നബിതങ്ങളുടെ ഭാര്യ കറിയും പാത്രം എറിഞ്ഞു പൊട്ടിച്ചെങ്കിൽ നിന്റെ ആമിനെ ആരോ നരച്ചേക്ക്. നമ്മുടെ ആമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ജീവിതം എന്ന് പറഞ്ഞ അങ്ങനെ. നബിതങ്ങളുടെ വീട്ടിൽ വഴക്കും ബഹളം ഉണ്ടായിട്ടുണ്ട്. നബിയും ആയിഷ ബീബിയും പിണങ്ങി നടന്നിട്ടില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ രാത്രിയാകുമ്പോൾ തീർന്നു പോകണം. നമ്മൾ അങ്ങനല്ല. നമുക്ക് ഈഗോയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മിണ്ടും വഴക്കും ബഹളമൊന്നുമില്ല. വാശിയും വൈരാഗ്യവും നമുക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? ഇന്ന് ലോകത്തില്ലാത്തത് സമാധാനമാ. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? താത്തമാരെ, സമാധാനം കിട്ടാനുള്ളൊരു വഴി വേണോ?
വേണോ? വേണോ? പെണ്ണ് കെട്ടിയാൽ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു കലിയുള്ളത് പോലെ. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. എന്ത് കഴിച്ചാ? വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? സമാധാനം കിട്ടും. നിനക്കുണ്ടോ? നീ ഒന്നുകൂടെ കെട്ടാനോ? അല്ല. എന്റെ പൊന്നു സിറാജ്, അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഇല്ലേ താത്ത? അല്ലേ? ഞാൻ എങ്ങനെ നടന്നതാ, പറവയെ പോലെ പറന്നു നടന്നതാ. അല്ലാ പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാണ്. എടോ ഖുർആൻ, ഞാനത് ചുമ്മാതെ പറഞ്ഞതല്ല. നമ്മുടെ ആഗ്രഹം എവിടെ പോണമെന്നാ? എവിടെ പോണെന്നാ? സ്വർഗത്തിൽ പോണമെന്ന്. ഈ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. കുടുംബ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ സംഭവം മതി. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. ഈ ആദം നബി സ്വർഗത്തിൽ കൂടി ഇങ്ങനെ നടക്കാം. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? എവിടെ വെച്ചാ ചോദിച്ചേ? സ്വർഗത്തിൽ വെച്ച്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോണമെന്നാ. ആ സ്വർഗത്തിലൂടെ ആദം നബി നടക്കാം. അപ്പൊ അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്ക് സന്തോഷം ഇല്ലാത്ത? എന്തേ? എന്തോ ഒരു കുറവുള്ളതുപോലെ. എന്തോ ഒരു കുറവുള്ളതുപോലെ. ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? അതാണോ കുടുംബജീവിതം? അതാണ് കുടുംബജീവിതം. സ്വർഗമാകുന്നത് നമ്മുടെ ജീവിതം നന്നായ നമ്മൾ സ്വർഗമാണ്. ഏറ്റവും സന്തോഷമുള്ള ജീവിതം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അതൊക്കെ കുറച്ച് മനസ്സിലാക്കിയാൽ മതി. ഭാര്യ കൂടെ കടന്നാൽ പോരാ, ഭാര്യയെ മനസ്സിലാക്കണം, പെണ്ണ് ഭർത്താവിനെ മനസ്സിലാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, കേസ് കുറേ ഉള്ളതുകൊണ്ട്. ഒന്നാമത് 10-29 കേസുണ്ട്. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കേസുണ്ട്. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കിയ ജീവിതം റാഹത്ത. ഒരു സ്വഭാവം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു. ക്ഷീണിതനായി നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിലിൽ ഇങ്ങനെ കൈവച്ച് നബിതങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നബിയെ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നീ കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വന്നപ്പോ ഭാര്യ വാതിലിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക, കാക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന്. ഓൾക്ക് ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളോടാണ് ആയിഷ ചോദിക്കുന്നത്, നബിയെ, ലോകത്തുള്ള പെണ്ണുങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? നബിതങ്ങൾ പറഞ്ഞ, ആയിഷ, എനിക്ക് നിന്നെ ആടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് ലോകത്ത് പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാ. വീടിന്റെ അകത്ത് കൈമാറ്റി അകത്തോട്ട് കയറി ഒരൊറ്റ പിടി പുറകിൽ നിന്നുകൊണ്ട്, പുറകിൽ നിന്നിട്ട് രണ്ടാമതൊരു പിടി. എന്നിട്ട് ചോദിച്ചു, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? ഇതൊരു പഠിക്കേണ്ട ചിന്തയാ. ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. ഇതാണ് പെണ്ണ്. ഇന്ന് രാത്രി വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ, എന്റെ പൊന്നാര ആയിഷ, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യ ഈ ദുനിയാവിലുണ്ടോ? എന്ത് നല്ല മനുഷ്യനാടി. ഓള് തലേ കയറാതെ നോക്കിക്കൊള്ളണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓൾക്ക് ഓളുടെ ഉപ്പ ഉള്ള ഉമ്മ ഉള്ള വീട്. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കിയാൽ മതി. അത് നീ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചിട്ട് നിന്റെ വാപ്പ നിന്റെ ഉമ്മ, അതിന് പരിധി ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. നിന്റെ വാപ്പാനെ നോക്കണില്ല, നിന്റെ ഉമ്മാനെ നോക്കണില്ല, നീ ഇങ്ങനെ വാശി പിടിക്കണ്ട. ഓൾക്ക് ഓളുടെ വാപ്പ ഉള്ള വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരുങ്ങി കെട്ടി നേരത്തെ നിൽക്കും. നീ വിളിക്കുമ്പോ പറ്റൂല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാക്കിയ ജീവിതം സന്തോഷമാകും. അള്ളാഹു നമ്മുടെ ജീവിതം നല്ലവനാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്ക്. എന്താ പ്രതിഫലം? എന്താ ഇവിടെ കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയോ? ഇന്ന് വഴുത് കേൾക്കാൻ വന്നപ്പോ ഭർത്താവ് മുമ്പില്, ഭാര്യ പുറകില്, അല്ലെങ്കിൽ ഭാര്യ മുമ്പില്, ഭർത്താവ് പുറകില്, രണ്ടും വരുന്ന കണ്ട കീരിയും പാമ്പും വരണ പോലെ വന്ന് അല്ലേ? ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഒരു ഭർത്താവ് സ്നേഹത്തോടെ
തൻ്റെ ഭാര്യ ഇവിടെ അങ്ങനെ വഴുത് കഴിഞ്ഞ് പോകുമ്പോഴല്ലേട്ടാ, നടന്ന് കൂടെ വന്നവരൊക്കെ പോയി വീട്ടിലേക്ക് കയറുന്ന ഇടവഴി എത്തുമ്പോൾ പിടിക്കണം. നമ്മൾ ചിലതിനെ കാണാറുണ്ട്, ബൈക്കിൽ പോകുമ്പോൾ തലയുടെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ, അത് വേറെ അഭിനയം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥ സ്നേഹമുള്ളവൻ കടപ്പുറത്ത് പോയി പിടിച്ചോണ്ടിരിക്കുവോ? നടറോടി ഇല്ല. നിന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നു ആരുമില്ല. ആ സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കയ്യിൽ പിടിച്ചാൽ മതി ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പാപം പൊറുക്കാൻ. വേറെ ഏത് നന്മയുണ്ട്? പാപം പൊറുക്കുന്ന കാര്യമാണോ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കാം? ഒന്ന് ചിരിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്? നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട്. വഴുത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അയൽവാസി ആയിഷാനെ കാണുന്നത്. എടീ സുഖമാണോടി, മച്ചയ്ക്ക് സുഖമാണോടി, എന്തൊരു ചിരിയും കളിയും വിശേഷം. സ്വന്തം ഭാര്യയെ നോക്കുമ്പോൾ കടന്തര ബുദ്ധിപോലിരിക്കും നമ്മളിരിക്കും. ആ ചോദ്യം നിന്റെ ഭാര്യയോട് ചോദിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുഞ്ചിരിക്കുന്നത് വെറുതെയാകില്ല. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ആ പുഞ്ചിരി കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.